ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റിനെ വിത്ത് നട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും ഇതുപോലെ ഭംഗിയാക്കി നമുക്കതിനെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ്. അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ ഇതിൻ്റെ വിത്ത് അടർത്തി മാറ്റിയിട്ട് പുതിയൊരു ചെടിച്ചട്ടിലേക്ക് മാറ്റി നടുന്നതും അതിന് വളം ചെയ്ത് കൊടുക്കുന്നതും അതിൻ്റെ ഓരോ സ്റ്റേജ് വിത്തിൽ നിന്ന് മുള വരുന്നതും അത് പൊന്തി ഇതുപോലെ നല്ല ഭംഗിയാക്കി വരുന്നതൊക്കെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നേരത്തെ ഉണ്ടായിരുന്ന ബട്ടർഫ്ലൈ പ്ലാന്റുകളൊക്കെ പറിച്ച് നടാൻ സമയമായപ്പോൾ നമ്മൾ പറിച്ചെടുത്തപ്പോൾ ഇതുപോലെ ഒത്തിരി കിഴങ്ങ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ വിത്ത്. അപ്പോൾ ഈ വിത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഇത് ഓർമ്മ വരും നമ്മുടെ മഞ്ഞൾ ചെടിയുടെയൊക്കെ നമ്മൾ നടാനിരിക്കുന്ന ആ വിത്തിൻ്റെ സെയിം അതേപോലെ ഇരിക്കുന്നൊരു വിത്താണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ വിത്തിനെ ഞാൻ ആ തണ്ടിൽ നിന്ന് വേർപെടുത്തിയിട്ടുണ്ട്. കാരണം ബട്ടർഫ്ലൈ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ ഇതുപോലെ തണ്ട് നട്ടു കൊടുത്താൽ നമുക്ക് ചെടി പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. തണ്ടിൽ നിന്നും വിത്തിൽ നിന്നും നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. അപ്പോൾ നമുക്കിത് രണ്ടിനെയും രണ്ട് ചെടിച്ചട്ടിയിലായിട്ട് നട്ടു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നടുന്നത് സെപ്പറേറ്റ് ചെയ്ത് ഈ തണ്ടുകൾ വേറൊരു ചെടിച്ചട്ടിയിലും ഇതുപോലെ ഇഷ്ടംപോലെ കിഴങ്ങുകൾ കിട്ടിയതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ഒരു ചട്ടിയിലേക്ക് തന്നെ ആയിട്ട് നടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ചെടിച്ചട്ടികളിൽ കിഴങ്ങുകൾ നട്ടു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിക്ക് ഇങ്ങനെ നിരത്തി വെച്ചാൽ തന്നെ നല്ല ഭംഗിയായിരിക്കുള്ളൂ. വിത്തായിട്ടും തണ്ടായിട്ടും നട്ടു കൊടുത്താൽ നന്നായിട്ട് വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഇതുപോലെ നന്നായിട്ട് വളം ചെയ്യുക എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ വളം ചെയ്യുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയുമാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് നമുക്ക് 40 രൂപയ്ക്കോ 80 രൂപയ്ക്കൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും ചെടിയുടെ കടഭാഗത്ത് അധികം ചേർന്ന് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ അത്രയും വേഗത്തിൽ മണ്ണായിട്ട് ചേർന്ന് നല്ല വളം വലിച്ചെടുക്കാൻ ചെടിക്ക് സഹായമാകും. നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു വരാനൊക്കെ ഒത്തിരി സമയം എടുക്കും. ഇപ്പോൾ ഞാൻ ഇതിനെ ആ തണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തതിനെ ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിത്ത് നട്ടു കൊടുത്ത ചെടിച്ചട്ടിയിൽ ഇതേ നോക്കി ഒത്തിരി പുതിയ മുളകൾ വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ വന്നിട്ടുള്ളൂ. കുറച്ചും കൂടി നമ്മൾ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തേക്കണോണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ പുതിയ കൂമ്പുകളൊക്കെ വന്നു തുടങ്ങി. ഞാനിപ്പോൾ ഈ ഒരു പോട്ടിനെ സെറ്റ് ചെയ്തേക്കണത് അത്യാവശ്യം വെയിലും തണലും കിട്ടാവുന്ന, മിക്സ് ചെയ്ത് തണലും വെയിലും കിട്ടാവുന്ന ഒരു സ്ഥലത്താണ്. കാരണം ഒത്തിരി വെയിൽ കുത്തി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്തൊക്കെ ഇട്ടത് വെന്ത് പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി പുതിയ തൈകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ആ വന്ന തൈകളൊക്കെ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. കൂടാതെ പുതിയ തൈകൾ നേരത്തെ കണ്ട പോലെ തന്നെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഹൈറ്റിൽ വന്നപ്പോൾ നേരത്തെ വെച്ചിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചും കൂടി വെയിൽ കിട്ടാവുന്ന സ്ഥലത്തേക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം വലുതായി കഴിഞ്ഞാൽ കുറച്ച് വെയിലൊക്കെ ആവശ്യമാണെന്നാൽ ഒത്തിരി കുത്തിയടിക്കുന്ന വെയിൽ വേണ്ടെങ്കിൽ അത്യാവശ്യം സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യണേ നല്ലത്. ഞാനപ്പോൾ ഈ ബട്ടർഫ്ലൈ പോലത്തെ ചെടികളൊക്കെ പിടിച്ചു വരാൻ വേണ്ടി നമ്മുടെ പഞ്ചസാര മരത്തിൻ്റെ അടിയിലാണ് വെച്ച് സെറ്റ് ചെയ്യാറ്. കാരണം അത്യാവശ്യം വെയിലും കിട്ടും, അത്യാവശ്യം തണലും കിട്ടാവുന്നതാണ്. ഇപ്പോൾ നോക്കി നമ്മൾ നേരത്തെ കണ്ട ചെടിച്ചട്ടിയിലെ തൈകൾ ഒന്നും കൂടി ഹൈറ്റിൽ വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പഞ്ചസാര മരത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ മാറ്റി ഫ്രണ്ടിൽ സിറ്റൗണിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കി ഇപ്പോൾ പൂക്കൾ വരെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റിനെ സംബന്ധിച്ച് വാട്ടറിങ് ആണ്. ഈ പ്ലാന്റ് വാട്ടറിങ് കിട്ടിയില്ലെങ്കിൽ വേഗം വാടി പോവുകയും ചെയ്യും. എന്നാൽ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ചീഞ്ഞും പോകും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം ചെട്ടിയിലെ ആ ഒരു ഈർപ്പത്തിൻ്റെ അംശം നോക്കുക. ഒത്തിരി ഈർപ്പുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്. ആ ഈർപ്പം മൊത്തം മാറിക്കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത വട്ടം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ തണ്ടൊക്കെ ഒത്തിരി കനം കുറഞ്ഞ തണ്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു മെയിൻ കാര്യമാണ്. ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും വെച്ച് ചീത്തയായി പോകും ചെടി. അപ്പോൾ എല്ലാവർക്കും തന്നെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.